സോ നമ്മളിനി മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് DFA ടു റെഗുലർ എക്സ്പ്രഷൻ. അതായത് ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റർ നമുക്ക് തരും, അതിൽ നിന്ന് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. കൺവേർഷനാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 2-3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാണ്ട് ഇതിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് എലിമിനേഷൻ മെത്തേഡ് എന്നും പറയാം ഇത് ചെയ്യുന്നതിന്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതെങ്ങനെ റെഗുലർ എക്സ്പ്രഷനിലോട്ട് മാറ്റാം. സോ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ റെഗുലർ എക്സ്പ്രഷൻ ഓഫ് ദ ഫോളോയിങ് DFA. ഒരു DFA തന്നിട്ടുണ്ട്, ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, റെഗുലർ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന DFA. ഓക്കെ, ഇതിൽ സ്റ്റിൽ നമുക്ക് 3 സ്റ്റേറ്റ്സ് ആണുള്ളത്, Q0, Q1, Q2. അതേപോലെ 2 ഇൻപുട്സ് ആണ്, എയും ബിയും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1 നോക്കിക്കോ. സ്റ്റെപ്പ് 1 എന്താണെന്ന് വെച്ചാൽ, സ്റ്റെപ്പ് 1 ആഡ് 2 സ്റ്റേറ്റ്സ്. 2 പുതിയ ന്യൂ സ്റ്റേറ്റ്സ് ആഡ് ചെയ്യുക. അത് എസും എഫും ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോണ, നമുക്ക് തന്നിരിക്കുന്ന DFA റെഗുലർ എക്സ്പ്രഷൻ ആക്കാൻ വേണ്ടി ആദ്യം ഈ DFAയിൽ നമ്മൾ 2 ന്യൂ സ്റ്റേറ്റ്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്, എസും എഫും. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടും എഫ് എന്ന് പറഞ്ഞാൽ ഫൈനലും. സോ ഈ സ്റ്റാർട്ട് സിമ്പിളും സ്റ്റാർട്ട് സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും നമ്മൾ ഈ 2 DFAയുടെ ഫ്രണ്ടിലും ബാക്ക് എൻഡിലും ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. സോ നമ്മുടെ ഫിഗർ എങ്ങനെ വരും, ആദ്യം ഈ തന്നിരിക്കുന്ന ഫിഗർ അതുപോലെ വരയ്ക്കുക. തന്നിരിക്കുന്ന DFA എന്ത് ചെയ്യുക, അതുപോലെ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ Q2 ആണ് ഇപ്പോൾ ഫൈനൽ സ്റ്റേറ്റ്. ആ ഫൈനൽ സ്റ്റേറ്റ് ഒന്നും വരയ്ക്കരുത്. ഓക്കെ, ഫൈനൽ സ്റ്റേറ്റൊക്കെ നമുക്ക് അവസാനം വരയ്ക്കാം. ജസ്റ്റ് സാധാ നമ്മൾ 3 സ്റ്റേറ്റ്സ് Q1, Q2 എന്ന് വരച്ചു, അതിലൂടെ പോകുന്ന ട്രാൻസിഷൻസും കൂടെ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ Q0യുടെ ഫ്രണ്ടിലായിട്ട് ഒരു എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇനിഷ്യൽ കൊടുക്കുക, എപ്സിലോൺ ട്രാൻസിഷൻ കൊടുക്കാൻ്റെ ഇടയിൽ. അതേപോലെ ഫൈനൽ സ്റ്റേറ്റ് എന്ത് ചെയ്യുക, ഡബിൾ സർക്കിൾ വെച്ച് എഫും കൊടുക്കുക, അതിൻ്റെ ഇടയിൽ എപ്സിലോൺ ട്രാൻസിഷനും കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായാലോ എങ്ങനെയാണെന്ന്? ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്, എസും എഫും അതായത് സ്റ്റാർട്ട് സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഈ ഒരു DFAയുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ജോയിൻ ചെയ്തു വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ. സ്റ്റെപ്പ് 2 നോക്കോ. സ്റ്റെപ്പ് 2 എന്താ ചെയ്യേണ്ടത്, എലിമിനേഷനാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എലിമിനേറ്റിംഗ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്. നമ്മൾ Q0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പോവാണ്, എലിമിനേറ്റ് ചെയ്യാൻ പോകും. നമ്മൾ പറഞ്ഞു ഈ ഒരു മെത്തേഡ് എന്താണ്, സ്റ്റേറ്റ് എലിമിനേഷൻ മെത്തേഡാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ Q0 എന്ത് ചെയ്യാൻ പോവാണ്, എലിമിനേറ്റ്, അതായത് റിമൂവ് ചെയ്യാൻ പോവാണ്. സോ Q0 റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ളതൊക്കെ അതേപോലെ വരയ്ക്കാം. ഇപ്പോൾ Q0 റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, Q0യിലോട്ട് വരുന്ന ട്രാൻസിഷൻസും പോകുന്ന ട്രാൻസിഷൻസും എന്ത് ചെയ്യുക, റിമൂവ് ആവും. ഓക്കെ, സോ എസ് ജോയിൻ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, Q1ലോട്ടായിരിക്കും. Q0 പോയല്ലോ, ബാക്കി Q1, നെക്സ്റ്റ് Q2, ഓക്കെ. ഇനി നമ്മളിവിടെ റിമൂവ് ചെയ്തില്ലേ, ആ റിമൂവ് ചെയ്ത, അതായത് ആ റിമൂവ് ചെയ്തപ്പോൾ ആ Q0യിലോട്ട് 2 ട്രാൻസിഷൻസ് വരുന്നുണ്ടല്ലേ. ആരൊക്കെയാണ്, ബി എ. ഓക്കെ, ബിയും എ എന്നും പറഞ്ഞ Q0യിലെ ട്രാൻസിഷൻസ് ആണ്. ബിയും ഒരു ട്രാൻസിഷൻ ഉണ്ട്, എ എന്ന് പറഞ്ഞ ട്രാൻസിഷൻസ് ആണ് വരുന്നത്. സോ ആ ബി എ ട്രാൻസിഷൻ നമ്മൾ ഈ എസിനും Q0ൻ്റെ ഇടയ്ക്ക് എഴുതണം. അതായത് ബി എ അല്ലേ, അവിടെ എ അതിൽ നമ്മൾ R1 എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. R1 എന്ന് പറയുന്നത് ബി എന്താണ്, സെൽഫ് ലൂപ്പാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ബി സ്റ്റാർ എന്ന് പറയാം, എ ട്രാൻസിഷൻ. അപ്പോൾ ബി സ്റ്റാർ എ, ഈ Q0 ട്രാൻസിഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ബി സ്റ്റാർ എ. അതിൽ നമ്മൾ R1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ R1 ആയിരിക്കും എസിനോ Q1 ഇടയ്ക്കുള്ളത്. ഓക്കെ അല്ലേ, എങ്ങനെയാണ് R1 വന്നെന്ന് മനസ്സിലായല്ലോ. Q0 വരുന്ന ട്രാൻസിഷൻസും പോകുന്ന ട്രാൻസിഷനുമാണ് ഏത്, ബിയും എയും. ഇതിന് ബി സെൽഫ് ലൂപ്പാണ്, നമ്മൾ ബി സ്റ്റാർ കൊടുത്തു എ. ഈ ബി സ്റ്റാർ എനെ നമ്മൾ R1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, അതാണ് എസിനും Q1നും ഇടയ്ക്ക് കൊടുക്കുന്നത്. ഇത്രയും ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്ന Q1, അതായത് ഈ ഒരു ഫിഗറിൽ നിന്നാണ് നെക്സ്റ്റ്. ഇനി ഓരോ സ്റ്റെപ്പ് വരുമ്പോൾ ഓരോരോ ഫിഗർ വേണം റെഫറൻസ് ചെയ്യാൻ. സോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ Q1 എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. സോ സ്റ്റെപ്പ് 3 എലിമിനേറ്റ് Q1. Q1 എലിമിനേറ്റ് ചെയ്യുമ്പോൾ ബാക്കി എങ്ങനെ ഉണ്ടാവും, എസ് ഉണ്ട്. Q1 എലിമിനേറ്റ് ചെയ്യുമ്പോൾ ബാക്കി Q2 പിന്നെ ഫൈനൽ. ഓക്കെ, ഇങ്ങനെയായിരിക്കും കിട്ടുക എലിമിനേറ്റ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാറുണ്ടല്ലോ. അവിടെ നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ നേരത്തെ ഉള്ള ആരാണ്, നേരത്തെ ഉള്ള Q1 എലിമിനേറ്റ് ചെയ്യുക. Q1ൽ നിന്നുള്ള ട്രാൻസിഷൻസ്, അതായത്
അതിന് നമ്മൾ R2 എന്ന് പറഞ്ഞു. നേരത്തെ R1 അല്ല എടുത്തത്. അപ്പോൾ നമ്മൾ R2 എന്ന് പറഞ്ഞ് എടുക്കുന്നു. R2 എന്ന് പറയുന്നത് നേരത്തെയുള്ള R1ൽ നിന്ന് വരുന്നുണ്ടല്ലേ, R1ഉം ഉണ്ട്. അപ്പോൾ R2 എന്ന് പറയുന്നത് R1ൻ്റെ കൂടെ Q1ലുള്ള ട്രാൻസിഷൻ ഏതൊക്കെയാണ്? A*B ആണ്. ഓക്കെ, അപ്പോൾ R2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരത്തെയുള്ള R1ഉം ഉണ്ട്, അതിൻ്റെ കൂടെ A*B. ഓക്കെ, Q1ൻ്റെ ട്രാൻസിഷൻസും കൂടിയാണ് R2 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്തത്. അതായിരിക്കും എവിടെ വരുന്നത്? ഈ എസിൻ്റെ ഇടയിൽ വരുന്നത്. എങ്ങനെയാണ് R2 കിട്ടിയെന്ന് മനസ്സിലായല്ലോ. R1 അറിയാമല്ലോ, Q0യുടെയാണ്. A*B Q1ൻ്റെയാണ്. ഓക്കെ, അതെല്ലാം കൂടി ജോയിൻ ചെയ്ത് R2 ആക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പ് 4ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? Q2നെ എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് Q2നെയും കൂടി എലിമിനേറ്റ് ആകുമ്പോൾ എങ്ങനെ വരും? എസ് നേരെ ഫൈനൽ സ്റ്റേറ്റിലെത്തും. ഇതിൻ്റെ ഇടയിൽ ഇനി എന്ത് വരണം? ആ ഒരു ട്രാൻസിഷൻ, അതായത് ഇപ്പം നമ്മൾ R2 പോലെ നമുക്ക് നെക്സ്റ്റ് ഏത് ട്രാൻസിഷൻ വരും? R3 എന്ന് പറയുന്നത് R2ഉം കാണും, അതേപോലെ Q2ൻ്റെ കൂടെ ഏതൊക്കെയുണ്ട്? A*B അല്ല, എയും ബിയും ഉണ്ട്. അപ്പോൾ എങ്ങനെ വരും? A+B the whole star എന്ന് വരും. എയും ബിയും ഉണ്ട്, A, B ആണ്, അതുപോലെ A+B the whole star എന്ന് വരും. ഇല്ലേ, ഇങ്ങനെയല്ലേ വരുന്നത്? ഇതിൽ R2 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? R1 A*B എന്ന് വരും. ഇല്ലേ, ഈ R1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അത് B*A ആണ്. അപ്പോൾ വീണ്ടും എങ്ങനെ വരും? B*A*B ബ്രാക്കറ്റിൽ A+B the whole star. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മനസ്സിലായോ? ഇവിടെ നമ്മൾ പുതിയൊരു എസിൻ്റെ എഫിൻ്റെ ഇടയിൽ R3 ആയിരിക്കും വരുന്നത്. ഈ R3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആയിരിക്കും, അതായത് R2 × A+B the whole star. ഈ R2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ R1 A*B ആണ്, അതിൽ R1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു B*A. അപ്പോൾ B*A A*B B+B whole raised star. ഇതാണ് നമ്മുടെ ഫൈനൽ എന്ത്? റെഗുലർ എക്സ്പ്രഷൻ. എന്താണ്? B*A A*B A+B the whole star. ഓക്കെ അല്ലേ?